എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയം ഇന്ന് സാക്ഷ്യം വഹിച്ചത് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും അവിശ്വസനീയവും നാടകീയവുമായ ഒരു അട്ടിമറിക്കാണ്. 2026 T20 ലോകകപ്പിന്റെ ഗ്രൂപ്പ് ബി പോരാട്ടത്തിൽ ക്രിക്കറ്റ് ലോകത്തെ വിറപ്പിക്കുന്ന ഓസ്ട്രേലിയ എന്ന വമ്പൻ സ്രാവിനെ സിംബാബ്വെ എന്ന ചെറുവിരൽ കൊണ്ട് തൊട്ടുനോക്കിയാൽ വീഴുന്ന ടീം 23 റൺസിന് തകർത്തെറിഞ്ഞ് ചരിത്രം തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്. സിംബാബ്വെ ഓസ്ട്രേലിയയുടെ അവസാന വിക്കറ്റും പിഴുതെടുത്ത് ആ വിജയം സ്വന്തമാക്കിയപ്പോൾ കൊളംബോയിലെ ഗാലറിയിൽ തളം കെട്ടിനിന്നത് മരണതുല്യമായ നിശബ്ദതയായിരുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, ഈ നാണം കെട്ട തോൽവിക്ക് ശേഷം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഏറ്റവും സത്യസന്ധവും എന്നാൽ അതിലേറെ സ്ഫോടനാത്മകവുമായ പ്രതികരണം പുറത്തുവന്നിരിക്കുന്നത് ഓസ്ട്രേലിയൻ നായകൻ ട്രാവിസ് ഹെഡിൽ നിന്നാണ്. ആക്രമണോത്സുകമായ ബാറ്റിങ്ങിനും തന്റേടത്തിനും പേരുകേട്ട ഹെഡ് ഇന്ന് മൈതാനത്ത് കണ്ടത് ഒരു തോറ്റ പോരാളിയെപ്പോലെയാണ്. മത്സരശേഷം നടന്ന പ്രസന്റേഷൻ സെറിമണിയിൽ തകർന്ന മനസ്സോടും ഭാരമേറിയ കാലടികളോടും കൂടി മൈക്കിനു മുന്നിലെത്തിയ ഹെഡിന്റെ മുഖം കണ്ടാൽ ഏതൊരു ക്രിക്കറ്റ് ആരാധകന്റെയും ഉള്ളൊന്ന് പിടയുമായിരുന്നു. കണ്ണുകളിൽ നനവും ശബ്ദത്തിലിടറലും എന്നാൽ വാക്കുകളിൽ തീയും നിറച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓസ്ട്രേലിയൻ ഗസിംഗ് റൂമിനെ മാത്രമല്ല ലോക ക്രിക്കറ്റിനെ തന്നെ പിടിച്ചുലച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ ദിവസം, ഈ അപ്രതീക്ഷിത തോൽവിയും ഞങ്ങളുടെ ടീമിന്റെ ദിശാബോധമില്ലാത്ത പ്രകടനവും എന്റെ ക്രിക്കറ്റ് കരിയറിലെ തന്നെ ഏറ്റവും ഇരുണ്ടതും ലജ്ജാകരവുമായ അധ്യായമാണ്, ഹെഡ് വികാരാധീനനായി തുറന്നടിച്ചു. ഒരു ലോക ചാമ്പ്യൻ ടീമായിരുന്നിട്ടും സിംബാബ്വെയെ പോലൊരു ടീമിനു മുന്നിൽ ഇത്രയേറെ നിസ്സഹായരായി തകർന്നു വീണത് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കൊളംബോയിലെ ഈ പിച്ചിൽ ഞങ്ങൾ ഇന്ന് തോറ്റത് ഒരു മത്സരം മാത്രമല്ല, ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ അന്തസ്സും തന്ത്രങ്ങളുമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. എന്നാൽ ട്രാവിസ് ഹെഡിന്റെ ആത്മവിമർശനം അവിടെയും അവസാനിച്ചില്ല. സ്വന്തം ടീമിന് കണ്ണാടി കാട്ടിക്കൊടുക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് ബദ്ധവൈരികളായ ടീം ഇന്ത്യയുടെ ഉദാഹരണമായിരുന്നു എന്നത് അവിടെ കൂടിയിരുന്ന മാധ്യമപ്രവർത്തകരെ പോലും അമ്പരപ്പിച്ചു. ക്യാമറയിലേക്ക് നോക്കി തന്റെ സഹതാരങ്ങളുടെ ഉള്ളുലയ്ക്കും വിധം അദ്ദേഹം പറഞ്ഞു, തോൽവിക്ക് ശേഷം മുടന്തൻ ന്യായങ്ങൾ നിരത്തുന്നതിനു പകരം നമ്മൾ കണ്ടുപഠിക്കേണ്ടത് ഇന്ത്യയെയാണ്. ഏതു പ്രതികൂല സാഹചര്യത്തിലും വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് പരാജയത്തിന്റെ വക്കിലെത്തിയാലും അവിടെ നിന്ന് എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാം എന്ന് ഇന്ത്യൻ ടീമിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഏഷ്യൻ പിച്ചുകളിലെ തന്ത്രങ്ങൾ, സ്പിൻ ബൌളിങ്ങിനെ നേരിടാനുള്ള സാങ്കേതിക തികവ്, ബൌളർമാരെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ചടുലത, ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ ടീമിനുള്ള ആ മാന്ത്രികമായ നെവർ ഗിവ് അപ്പ് മനോഭാവം തന്റെ ടീമിനില്ലാതെ പോയതാണ് ഈ ദുരന്തത്തിന് കാരണമെന്നും, കടലാസിൽ ചാമ്പ്യന്മാരാണെങ്കിലും മൈതാനത്ത് ഒരു പ്രാദേശിക ടീമിനേക്കാളും മോശമായാണ് തങ്ങൾ കളിച്ചതെന്നും അദ്ദേഹം തുറന്നു സമ്മതിച്ചു. ഇന്ത്യൻ ടീമിനെ വാനോളം പുകഴ്ത്തിയ ശേഷം ട്രാവിസ് ഹെഡ് പെട്ടെന്നൊരു കടുപ്പക്കാരനായ നായകനായി മാറി ഡ്രസ്സിംഗ് റൂമിലെ അന്തരീക്ഷമാകെ മാറ്റിമറിച്ചു. എന്റെ ടീമിന് വ്യക്തമായ ഒരു സന്ദേശം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകകപ്പ് എന്നത് പിക്നിക് ആഘോഷിക്കാനുള്ള സ്ഥലമല്ല. ഇവിടെ വന്ന് ഔപചാരികത കാണിച്ച് മടങ്ങാനല്ല നമ്മൾ വന്നത്. രാജ്യത്തിന്റെ അഭിമാനവും നമ്മൾ അണിയുന്ന ജേഴ്സിയുടെ പവിത്രതയും കാത്തുസൂക്ഷിക്കേണ്ട ഇടമാണിത്. ലോകത്തിലെ ഏറ്റവും മികച്ച വിഭവങ്ങളുണ്ടായിട്ടും ജയിക്കാനുള്ള ആ ദാഹം എന്തുകൊണ്ടില്ലാതെ പോയി? പേടിച്ചു വിറച്ച തളർന്ന ഒരു ടീമിനെ എനിക്ക് അടുത്ത മത്സരത്തിൽ കാണണ്ട. കളത്തിലിറങ്ങിയാൽ എതിരാളിയുടെ മനസ്സിൽ ഭയം വിതയ്ക്കുന്ന ആ പഴയ ഓസ്ട്രേലിയയെ എനിക്ക് തിരിച്ചുവേണം. ഇനി ന്യായീകരണങ്ങളില്ല, തിരിച്ചുവരവു മാത്രം. ഹെഡിന്റെ ഈ വാക്കുകൾ ഒരു താക്കീതായി ഓസ്ട്രേലിയൻ ക്യാമ്പിൽ മുഴങ്ങുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ വിഷയം കത്തിപ്പടരുകയാണ്. സ്വന്തം ടീമിന്റെ കുറവുകൾ തുറന്നു പറയാനും ഇന്ത്യയുടെ മികവിനെ അംഗീകരിക്കാനും കാണിച്ച ഹെഡിന്റെ ആ തന്റെയിടത്തെ ഏവരും പ്രശംസിക്കുന്നു. ഓസ്ട്രേലിയയ്ക്ക് ഇനി മുന്നോട്ടുള്ള വഴി മുള്ളുകൾ നിറഞ്ഞതാണ്. ഓരോ മത്സരവും അവർക്ക് ഫൈനലാണ്. ഇനി പന്ത് നിങ്ങളുടെ കോർട്ടിലാണ് സുഹൃത്തുക്കളെ. എന്തു തോന്നുന്നു നിങ്ങൾക്ക്? ട്രാവിസ് ഹെഡിന്റെ ഈ കടുപ്പമേറിയ വാക്കുകൾക്ക് ശേഷം ഓസ്ട്രേലിയൻ ടീം ഉയർത്തെഴുന്നേൽക്കുമോ? ഇന്ത്യൻ ടീമിന്റെ അച്ചടക്കവും പോരാത്ത വീര്യവും കണ്ടുപഠിക്കാൻ ലോക ടീമുകൾ നിർബന്ധിതരാവുകയാണോ? ഇന്ത്യ ഇപ്പോൾ ക്രിക്കറ്റിലെ സർവകലാശാലയായി മാറിയിരിക്കുകയാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഓസ്ട്രേലിയാസ് കംബാക്കിനെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഹെഡിന്റെ ഈ സത്യസന്ധതയും ഞങ്ങളുടെ ഈ അനാലിസിസും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് കൂടെ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.